ഓക്കെ, ഹലോ എവരിവൺ. നമുക്ക് ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പ്ലേലിസ്റ്റിൻ്റെ അകത്തായിരിക്കും. ഈ പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയുകയാണ്, നമ്മൾ അത്ര ഡീപ്പായിട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വലിയ അറിവില്ലാത്ത, ഇൻകം ടാക്സിനെ കുറിച്ച് വലിയ ധാരണയില്ല, എന്നാൽ എക്സാം എന്താ മുന്നിലെത്തിപ്പോയി എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുന്ന ബേസിക് കാര്യങ്ങൾ പ്ലസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ മാത്രം പറഞ്ഞു പോവാണ്. ഡെപ്തിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ കേരള യൂണിവേഴ്സിറ്റി സിലബസ് ബേസ്ഡ് എന്ത് സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് സിലബസ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് എല്ലായിടത്തും ഒന്നാണല്ലോ, എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാൻ മടിക്കരുത്. നമ്മളതിനെ പിന്നീട് പക്ഷേ അത് അത്രയും ആൾക്കാർ ചോദിക്കും, നിങ്ങൾ അത്രയും ആൾക്കാർക്ക് ഡിമാൻഡ് ചെയ്തൊരു സാധനമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കുറച്ച് വ്യക്തത വരുത്തണം, ഒരു പേഴ്സണൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്പറിലോ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ എവിടെയെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, വാട്ട് ഈസ് ഇൻകം ടാക്സ്, അതിൻ്റെ ഒരു ബേസിക് സാധനം മാത്രമേ നോക്കുന്നുള്ളൂ. ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല, എന്നാൽ ബേസിക് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ബിഗിൻ വിത്ത് എ ഡെഫിനിഷൻ ഫോർ ഇൻകം ടാക്സ്. ഓക്കെ, നിങ്ങളിപ്പോൾ പെട്ടെന്നൊന്ന് ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ഡെഫിനിഷൻ എന്നാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്ന ഡെഫിനിഷൻ, ഇതിൻ്റെ അകത്ത് ചില വാക്കുകൾ അപരിചിതമെന്ന് പരിചയപ്പെട്ട ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ഏതാണ്ട് നമുക്കൊരു ധാരണ കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞേക്കുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എമൗണ്ട് പേയബിൾ. ഓക്കെ, ഇൻകം ടാക്സ് ഇസ് ആൻ എമൗണ്ട് പേയബിൾ ആണ് ബൈ ആൻ അസസി. എമൗണ്ട് പേയബിൾ എന്ന് പറയുമ്പോൾ ആർക്കാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് നോൺ ആയിട്ടുള്ള ഫാക്റ്റാണ്. എമൗണ്ട് പേയബിൾ ബൈ ആൻ അസസി ഇൻ ദ അസസ്മെൻറ്റ് ഇയർ, യൂഷ്വലി റിലേറ്റഡ് ടു ദ നെറ്റ് ഓഫ് ദ അസസി ഓൺ ദ പ്രീവിയസ് ഇയർ ഓൺ ദ ചൂസൺ സ്ലാബ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പല വാക്കുകളും നമുക്ക് ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് അറിയാത്തവർക്ക് വലിയ പരിചിതമായിരിക്കില്ല. ഇപ്പോൾ എമൗണ്ട് പേയബിൾ എത്രയാണോ എന്താണെന്ന് നമുക്കറിയില്ല. അസസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. പിന്നെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. പ്രീവിയസ് ഇയർ എന്താണെന്ന് നമുക്ക് വലിയ ധാരണയില്ല. ഈ സ്ലാബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നും നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്നൊക്കെ വെച്ചാൽ മായ്ച്ച് കളഞ്ഞോ. ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിയാലിറ്റി എന്താണെന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തിലേക്ക് കിടക്കുകയാണ്? നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ബേസിക്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ നമുക്ക് ഓരോ വാക്കുകളായിട്ട് നോക്കാം, പേടിക്കേണ്ട, അല്ല നമ്മൾ മുള്ളിയിരിക്കുന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ആദ്യം അത് എല്ലാവരും പറയുന്ന പോലെ ഇൻകം ടാക്സിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ 1860കളിലാണ് ആദ്യമായി ഇൻകം ടാക്സ് എന്നൊരു ചിന്ത ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, വിചാരിക്കുക എന്നുള്ള ആരെ കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാരാണ് അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുന്നത്. ഇങ്ങനെ ചിന്ത കൊണ്ടുവന്നു അവർ മറ്റൊരു രീതിയിൽ, നമുക്ക് ഇപ്പോൾ നിലവിലുള്ളതല്ലാത്ത മറ്റൊരു രീതിയിൽ ഒരു ഇൻകം ടാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു. അത് പിന്നീട് മാറി 1961 ആയപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഒരു പ്രോപ്പർ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത് 1961 ഇൻകം ടാക്സ് ആക്റ്റാണ്. അത്രയും പഴകച്ചെന്ന സാധനമെന്ന് വിചാരിക്കരുത്. അന്ന് ഇട്ട അടിത്തറ തന്നെയാണ് ഇന്നും ഉള്ളതെന്നേ ഉള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബുക്ക് സ്റ്റോറിലൊക്കെ ചെന്ന് ബുക്ക് വാങ്ങാൻ പോകുമ്പോൾ അവർ പറയും, ഒരിക്കലും ഇൻകം ടാക്സിൻ്റെ ബുക്ക് എന്താ ചെയ്യരുത്, പഴയ ബുക്ക് അവർ തരത്തില്ല, പകരം എന്തേ പറയത്തുള്ളൂ, ഈ അസസ്മെൻറ്റ് ഇയറിലെ ബുക്ക് വാങ്ങാനേ പറയും. കാര്യം ഓരോ അസസ്മെൻറ്റ് ഇയർ കഴിയും തോറും ഇൻകം ടാക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വാർണിംഗ് കൂടെയാണ്, ചേട്ടൻ്റെ ചേച്ചീൻ്റെ ഇൻകം ടാക്സ് ബുക്ക് വെച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു റിസ്ക് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ ഫാക്റ്റ് പഠിച്ചേക്കാം, ഇപ്പം നിലവിലില്ലാത്തത് പഠിച്ചേക്കാം, ഇപ്പം നിലവിലുള്ളത് പഠിക്കാൻ വിട്ടുപോയേക്കാം. അതുകൊണ്ട് ബുക്ക് വാങ്ങുമ്പോൾ നോക്കുക, ഏറ്റവും ലേറ്റസ്റ്റ് അസസ്മെൻറ്റ് ഇയർ പ്രകാരമുള്ളതാണോ നോക്കുക. ഓക്കെ, അപ്പോൾ ബുക്ക് വാങ്ങാൻ പോകുന്നവർക്ക് എന്തറിയണം? ഇപ്പം നമ്മൾ നിലവിൽ നിൽക്കുന്നത് ഏത് അസസ്മെൻറ്റ് ഇയറിലാണെന്ന് അറിയണം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ അറിഞ്ഞുകൂടാത്ത 2 വാക്കുകൾക്ക് നമ്മളവിടെ എന്ത് കൊടുക്കേണ്ടി വരും? അപ്പോൾ ഉത്തരം കൊടുക്കേണ്ടി വരും, എന്താണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ എന്താണ് അസസ്മെൻറ്റ് ഇയർ? ആദ്യം പറയാം, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ
ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം ടാക്സ് ആണോ നമ്മൾ അടയ്ക്കാൻ പോകുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാലോ അസസ്മെൻറ്റ് ഇയറിലായിരിക്കും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിലവിലത്തെ അവസ്ഥ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഏത് ഫിനാൻഷ്യൽ ഇയറാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നത്? 1 ഏപ്രിലിൽ തുടങ്ങി അടുത്ത വർഷം 31/3 അവസാനിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പം നമ്മൾ നിലവിൽ ഏത് വർഷം? 2024 നിൽക്കുന്നത്. 2024 1 കഴിഞ്ഞോ? 2024 ഏപ്രിൽ 1 എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 2024-25 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞത്. അപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. പലർക്കും സംശയമുണ്ടാകാനുള്ളൊരു സാധ്യത, എന്തിനാണ് പിന്നെ ഇതിനെ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്? ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ഇയർ എന്നല്ലേ വിളിക്കാനുള്ളത്? ശ്രദ്ധിക്കുക, ഈ പ്രീവിയസ് ഇയറിൻ്റെ ഓക്കെ, ഇപ്പോൾ ഈ 2024 മുതൽ 2025 വരെ നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ടാക്സ് എപ്പോഴാണ് അടയ്ക്കുന്നത്? അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് നോക്കുമ്പോൾ ഇതെന്താണ്? പ്രീവിയസ് ഇയറാണ്. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയറാണ്. അപ്പോൾ അത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ ഏത് വർഷമാണെന്ന് നോക്കുക, ആ വർഷത്തെ ഏപ്രിൽ 1 കഴിഞ്ഞോ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി 2024-25 ഇപ്പോൾ ഉള്ള എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ അഥവാ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തറിയണം? ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ. ഇനി തൊട്ടടുത്ത വർഷം ചിന്തിക്കാനൊന്നുമില്ല, 2025, 2026 എന്തെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എന്താണ് പ്രീവിയസ് ഇയർ എന്ന് മനസ്സിലായി, എന്താണ് അസസ്മെൻറ്റ് ഇയർ എന്ന് മനസ്സിലായി. ഇത് നമ്മൾ എന്തിനാണ് അറിഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു ഡെഫിനേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. അസസ്സി എന്ന് പറയുന്ന ഏതോ ഒരു മനുഷ്യൻ, ഹൂവർ ഇറ്റ് മേ ബി, ഓക്കെ, അസസ്സി എന്ന് പറയുന്ന ആൾ ഈ അസസ്മെൻറ്റ് ഇയറിൽ കൊടുക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു? പ്രീവിയസ് ഇയറിലെ അയാളുടെ നെറ്റ് ഇൻകത്തിനെ ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് മനസ്സിലായി? അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ആരാണ് ഈ അസസ്സി കൊടുക്കുന്ന പൈസയാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞല്ലോ. അസസ്സി എന്ന് പറയുന്നത് അതാരാണ് നമുക്ക് നോക്കാം. അസസ്സി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു, ലോയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തുന്ന വലിയൊരു ലോയാണ് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കോംപ്ലിക്കേഷൻ വലിച്ചു കയറ്റുന്നില്ല. നമ്മുടെ ഇൻകം ടാക്സ് ലോ അസസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം അവർക്ക് എല്ലാ ലൂപ്പ് ഹോളും അടയ്ക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ആ ഒരു ചെറിയൊരു സാധനം വെച്ചിട്ട് പിടിച്ചു കയറുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ലൂപ്പ് ഹോളും അടയ്ക്കുന്ന രീതിയിലായിരിക്കും അസസ്സിയെക്കുറിച്ച് ലോയിൽ പറയുന്നത്. ഞാൻ തൽക്കാലം അത് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട അസസ്സി ആരൊക്കെയാവാം? ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് എനി പേഴ്സൺ എന്നാണ് ലോ പറയുന്നത്. അതിൽ കൂടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പേഴ്സൺ എന്ന് ലോവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അസസ്സി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേഴ്സൺ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആരൊക്കെ ഉൾപ്പെടാം? എനി ഇൻഡിവിജ്വൽ. ഓക്കെ, ഇന്ത്യയിൽ ലോ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായി വരുന്ന ഏതൊരു മനുഷ്യനും ആ പേഴ്സൺ എന്ന് പറയുന്നതിൽ ഉൾപ്പെടാം. പിന്നെ ഏതൊരു HUF, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നൊക്കെ പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഴയ നമ്മുടെ ജയറാമിൻ്റെ ചില സിനിമകളൊക്കെ കണ്ടാൽ അറിയാം. ഫോർ എക്സാമ്പിൾ മേലെ പറമ്പിൽ ആൺവീട്, ഇല്ലെങ്കിൽ എന്താ പറയാൻ, പട്ടാഭിഷേകം അല്ലേ, അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടാൽ അറിയാം. ഒരു ഹിന്ദു കുടുംബം, ഒരു ഹിന്ദു കൂട്ടുകുടുംബം, അതിൽ ഒരാൾ മെയിൻ ആളായിട്ട് കാണാം. അയാൾ നിന്ന് ആ കുടുംബത്തിൻ്റെ ബിസിനസ്, ആ കുടുംബത്തിൻ്റെ അസറ്റെല്ലാം വെച്ചിട്ട് ബിസിനസ് റൺ ചെയ്ത് പോകുന്നുണ്ടാവും. ആ ഒരു പരിപാടിയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കഥാനായകൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതിൽ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്താണ്. അതിനകത്ത് ജയറാമിൻ്റെ അച്ഛനെ തേടി പുള്ളി പോകുന്നതും ആ ഒരു വീട്ടിൽ ഒരു വലിയ ബിസിനസ് നടക്കുന്ന ബിസിനസ്സിൻ്റെ അകത്ത് എല്ലാ അയാൾ അച്ഛനെ പറ്റിക്കുന്നതൊക്കെ ആയിട്ടാണ് കഥ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ
പട്ടാഭിഷേകം ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അവിടെ ജഗതിയാണ് ആ ഒരു കുടുംബത്തിലെ മെയിൻ ആളാണ്. പുള്ളിയുടെ ഒരു രാജാവിനെ പോലത്തെ ഒരു റോളും ആ ബിസിനസ്സിലെല്ലാം കൈയെടുത്താനുള്ള അവകാശമൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ പുള്ളി വിളിക്കുന്ന പേരാണ് ഓക്കെ. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പുണ്ട്. ബിസിനസ് സംവിധാനമാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. മുറിഞ്ഞു പോകാത്ത ഹിന്ദു കൂട്ടുകുടുംബം നടത്തുന്ന ബിസിനസ്. അതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ലോ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഐഡിയ കിട്ടി വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ കമ്പനികൾ, ഓഫ് കോഴ്സ് കമ്പനികൾ എന്താണ്, ഈ പറഞ്ഞ ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ്റെ അകത്ത് അസസി എന്ന് വെറുതെ പറഞ്ഞത് പേഴ്സൺസിനെയാണ്. അസസി മീൻസ് അടയ്ക്കാൻ ബാധ്യസ്ഥയുള്ള ആൾക്കാർ. ആ ബാധ്യസ്ഥയുള്ള ആൾക്കാർ ഈ പറഞ്ഞ ലിസ്റ്റ് പറയുകയാണ്. മൂന്നാമത് പറഞ്ഞ സാധനം ഓക്കെ. ദെൻ വാട്ട് എൽസ്, പിന്നെ പറയുന്നുണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? ബേസിക്കലി 2 സാധനങ്ങളാണ്. ഒന്ന് പാർട്ട്ണർഷിപ്പ് ഫോം, അകത്ത് ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാരെ പാർട്ട്നേഴ്സ് എന്നും അവരെ കളക്റ്റീവായിട്ട് നമ്മൾ ഫേം എന്നും വിളിക്കാറുണ്ട്. അതിനോടൊപ്പം വേറൊരു കാര്യമുണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അത് എടുത്തു പറയാനുള്ള കാര്യം, പാർട്ട്ണർഷിപ്പ് വ്യത്യസ്തമാണ്, ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതുകൊണ്ട് നമ്മളതിനെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ പറയുന്നു AOP ആൻഡ് BOI. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. AOP BOI എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോർഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ഒരു പ്രത്യേക കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി മാത്രം വന്നൊരു കൂട്ടായ്മയാവാം ഈ 2. അതിന് തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇൻകം ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ, ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ, ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനായിരുന്നെങ്കിൽ അയാളുടെ കണ്ണിൽ ഇവരെല്ലാം ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, ആരൊക്കെയാണ് ബാധ്യസ്ഥരെന്നുള്ളത്. ഇനി പറയുന്ന അടുത്തതാണ് ലോക്കൽ അതോറിറ്റീസ്. ഓക്കെ, ഈ പഞ്ചായത്ത് പോലെയുള്ള ലോക്കൽ അതോറിറ്റീസൊക്കെ ഉണ്ടല്ലോ, അവരും എന്താണ് ഈ പറഞ്ഞ പോലെ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ഒറ്റ വാക്കിൽ അവർ പറയുന്നുണ്ട്, ഇനി എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. നിയമമാൽ നിർമ്മിക്കപ്പെട്ട ഏതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഫോർ എക്സാമ്പിൾ കമ്പനി എന്ന് പറഞ്ഞൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് നമുക്കറിയാം. അതുപോലെ നിയമമായി നിർമ്മിക്കപ്പെട്ടാൽ ഏതൊരു ജൂറിസ്ഡിക്കൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്തുണ്ട്, ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായി മാറിയേക്കാം. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായി മാറുന്നവരെ അസസി എന്ന് വിളിക്കാറുണ്ട്. അസസി എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടാമെന്ന ചോദ്യത്തിനാണ് നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഉത്തരം പറയുന്നത്, ഈ പറഞ്ഞ ഇത്രയും ആൾക്കാരെ പറയുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഡെഫിനിഷനിലേക്ക് പോവാണ്. ആൻ എമൗണ്ട് പെയ്ഡ് ബൈ അസസി ഇൻ അസസ്മെൻറ്റ് ഇയർ യൂഷ്വലി റിലേറ്റഡ് ടു ദ നെറ്റ് ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഓൺ ചൂസൺ സ്ലാബ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു, ഈ പറഞ്ഞ അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്താണ് അസസ്മെൻറ്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ, ഈ പറഞ്ഞ അസസ്സി എന്ന് പറയുമ്പോൾ ദാറ്റ് നമ്മൾ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ നെറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് പറഞ്ഞു എന്താണ് ഈ പറഞ്ഞ ആൾക്കാർ. ഓക്കെ, ഈ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ മനുഷ്യനാവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, കമ്പനി ആവാം, ഫേം ആവാം, AOP ആവാം, BOI ആവാം, ലോക്കൽ അതോറിറ്റീസ് ആവാം, ഇല്ല ഏതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണും ആകാം. ഈ പറഞ്ഞ ആൾക്കാർ അവരുടെ ഇൻകത്തിന്മേലാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താ, ഡയറക്റ്റ് ടാക്സ് അല്ലേ. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അതോറിറ്റിയിലേക്ക് നമ്മൾ നേരിട്ട് അടയ്ക്കുന്ന ടാക്സാണ്, ഓരോ വ്യക്തികൾ നേരിട്ട് അടയ്ക്കുന്ന ടാക്സാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ നേരിട്ട് അടയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ്, ആ ഒരു ഇൻഡിവിജ്വലിനെ അറിയാവോ അയാൾക്ക്. ഇപ്പം ഇൻഡിവിജ്വലായി ഒരു നമ്മളെ ലോ പേഴ്സൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, പേഴ്സൺ എന്ന് വിളിക്കുന്നത് ഇൻഡിവിജ്വൽ ആവാം, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, നിയമമാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല പേഴ്സൺസ്. ഓക്കെ, നമ്മുടെ നിയമം പേഴ്സൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, കമ്പനി ആവാം, ആരും ആയിക്കോട്ടെ, അവർക്കേ അറിയാവോ അവരുടെ കയ്യിലേക്ക് വരുന്ന ഇൻകം എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ലോ അതിനെ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ എഴുതാൻ പാടില്ല എന്നൊരു ധാരണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോ തന്നെ പറയുന്നുണ്ട്, കിട്ടുന്ന ഇൻകത്തിനെ അതിൻ്റെ മേലാണ് നിങ്ങൾ ഡയറക്റ്റ് ടാക്സ് ആയ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. ആ ഇൻകത്തിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന്
നമ്മുടെ ലോ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ലോ ഇൻകത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? സോ ഇൻകം എന്ന് പറയുന്നത് സാധനം എങ്ങനെയൊക്കെ വരാമെന്നാണ് നമ്മുടെ ലോ പറയുന്നത്. നമുക്ക് സാലറിയിലൂടെ ഇൻകം കിട്ടാം. ഒരു പ്രത്യേക സ്ഥാപനത്തിൽ, ഗവൺമെൻറ്റിൻ്റെയോ പ്രൈവറ്റിൻ്റെയോ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് അവിടെ നിന്നൊരു സ്ഥിര വരുമാനമായ സാലറി ഏറ്റുവാങ്ങിക്കൊണ്ട്, ശ്രദ്ധിക്കുക, ഇതൊക്കെ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലോ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ശമ്പളമായിട്ട് കൈപ്പറ്റിയാൽ അതിനെ എന്തെന്ന് വിളിക്കാം? നമ്മുടെ ഇൻകം എന്ന് വിളിക്കാം. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ആ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നിശ്ചിത അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് എടുത്തു പറയുന്നുണ്ട്. കാരണം ഇൻകം തന്നെയാണ് ഈ വീടോ അല്ലെങ്കിൽ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ എന്ന് പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സാധാരണക്കാരന് മനസ്സിലാവാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കുന്ന ഇൻകം. പിന്നെ അടുത്ത പറയുന്നു ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അക്കൗണ്ടിങ് അറിയാമെന്നുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലൊരു സാധനം പറ്റും, എന്തോ ഒരു ഹ്യൂജ് സംഭവമാണെന്ന് പെട്ടെന്ന് മനസ്സിൽ വരുമല്ലേ. അത് തന്നെയാണ് കാര്യം. നമ്മൾ വസ്തു വിറ്റിട്ട് കിട്ടുന്ന വരുമാനം, ഇല്ലെങ്കിൽ ഒരു നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കൈവച്ചിരുന്ന അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, അതൊക്കെ ഇങ്ങനെ പറയാനുള്ള കാര്യം വീണ്ടും പറയുന്നു, ലോ ആണ്. ദേ ഹാവ് എ സ്പെസിഫിക് ബൗണ്ടറി. എന്ത് ബൗണ്ടറി കടന്നാലാണ് നമ്മൾ ഈ സാധനത്തിനെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുക എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒറ്റ വാക്കി പറഞ്ഞാൽ കിട്ടുന്ന പൈസ ഉണ്ടാകുമല്ലോ. നമ്മളെല്ലാ വർഷവും നടക്കുന്ന കാര്യമില്ല. ശ്രദ്ധിക്കുക, ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഈ വസ്തു വിറ്റ് കിട്ടുന്ന വരുമാനം എന്താണ്? ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ്റെ അകത്ത് ഉൾപ്പെടേണ്ട സാധനമാണ്. അല്ലാതെ അയാളുടെ എന്തല്ല, ക്യാപിറ്റൽ ഗെയിൻ അല്ല. കാര്യം എന്താ? അയാൾ സ്ഥിരം ചെയ്യുന്ന സാധനമല്ലേ. പക്ഷേ നമ്മളൊരു സാധാരണക്കാരൻ ഒരു വീട് വയ്ക്കുക, വസ്തു വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമല്ല അത്. അതിന് നമ്മളെന്തായിട്ട് കണക്ക് കൂട്ടും? ക്യാപിറ്റൽ ഗെയിനായിട്ട് കണക്ക് കൂട്ടും. അതിൻ്റെ അകത്ത് തന്നെ പിന്നെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളുണ്ട്, പ്രത്യേക ടാക്സേഷനും ഉണ്ട്. പോട്ടെ, നമ്മൾ എന്തൊക്കെയാണ് ഇൻകമായിട്ട് കണക്കിൽ എടുക്കുന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാലറിയുടെ കാര്യം പറഞ്ഞു, ഹൗസ് പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ്റെ കാര്യം പറഞ്ഞു, ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇതല്ലാതെ ഏതെങ്കിലും ഗണത്തിൽപ്പെടുന്ന ഇൻകം ഉണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ കിട്ടി. ഈ പറഞ്ഞ ഏതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ഒന്നിലും ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയുള്ളതിന് ടാക്സ് കൊടുക്കാതെ വിടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നിയമം വളരെ ബുദ്ധിപരമായിട്ട് എന്ത് പറയുന്നുണ്ട്? അതർ ഇൻകം എന്ന് പറയുന്നുണ്ട്. എന്താണ് അതർ ഇൻകം എന്ന് ചോദിച്ചാൽ അവർ ഒറ്റ വാക്കി പറയും, ഈ പറഞ്ഞ 4 സാധനത്തിൽ ഉൾപ്പെടാത്തതും. 4 സാധനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുത്താത്തതും. എന്നാൽ വരുമാനമായിട്ടുള്ള എല്ലാത്തിനെയും എവിടെ കൊണ്ടിട്ടുണ്ട്? അതർ ഇൻകത്തിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്നും മിസ്സായി പോകത്തില്ലോ, എല്ലാ ഇൻകത്തിനും ടാക്സ് കിട്ടുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഏതൊക്കെയാണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതിനെയാണ് നിയമം എന്ത് വിളിക്കുന്നത്? ഇൻകം എന്ന് വിളിച്ചേ. മനസ്സിലായോ? ഈ പറഞ്ഞ ഹെഡിൽ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടോ അതിൻ്റെ എല്ലാം സം എടുക്കുക. ആ സമ്മിനെയാണ് ലോ എന്ത് വിളിച്ചേ? ഗ്രോസ്. ഇനി ഒരു കാര്യം ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗ്രോസ് ടാക്സ് കൊടുത്തേ ഗ്രോസ് ഇൻകത്തിനായിരുന്നോ? ഗ്രോസ് ഇൻകത്തിനല്ല ടാക്സ് കൊടുത്തേ. എവിടെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. എന്താണ്? നെറ്റ് ഇൻകം. നെറ്റ് ഇൻകത്തിന് ടാക്സ് കൊടുത്തേ. അപ്പോൾ ഇനിയും പണിയുണ്ട്. എന്താണ്? നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ പേഴ്സൺസ് അസസ്മെൻറ്റ് ഇയറിൽ അവർ പ്രീവിയസ് ഇയറിൽ നേടിയ ഇൻകം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ ഇൻകം, എല്ലാത്തിലും നേടിയതിനാണ് ടാക്സ് കൊടുക്കുന്നത്. എന്തിനാ? നെറ്റ് ഇൻകത്തിനാണ്. നമ്മളിതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്തേ കിട്ടത്തുള്ളൂ? ഗ്രോസ് ഇൻകമേ കിട്ടത്തുള്ളൂ. ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് എങ്ങനെ പോകും? ഒരുവിധം മാത്സിൽ ധാരണയുള്ളവർക്കറിയാം, മൈനസ് ചെയ്യണം അല്ലേ? ഗ്രോസിൽ നിന്ന് ചില കാര്യങ്ങൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ആ ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എക്സംഷൻസ് എന്ന് പറയും. ഇനി ചോദ്യം, എന്താണ് എക്സംഷൻസ്? ചില ഇൻകത്തിനും ചില ഇൻകത്തിൻ്റെ പാർട്ടിനും എന്ത് തരുന്നുണ്ട്? ആശ്വാസം തരുന്നുണ്ട്. ഈ പറഞ്ഞ സാധനത്തിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട.
ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒരു 2 വർഷത്തേക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട, ഇത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വാസം തരും. ഇല്ല, നിങ്ങൾ LICയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ LIC പോളിസി എടുത്തിട്ടുള്ളവരാണെങ്കിൽ ആ പോളിസിക്ക് കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ആ എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട, അത് റിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം, എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാം. ശ്രദ്ധിക്കുക, റിഡക്ഷൻ എക്സംഷൻ രണ്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, ജനറലായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ലോയാണ് വളരെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പം അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടിയ വരുമാനത്തിൽ നിന്ന് എന്തൊക്കെയോ നിയമത്തിൻ്റെ ഈ ടാക്സിൻ്റെ പരിധി കൊണ്ടുവരാതെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിനെയൊക്കെയാണ് നമുക്ക് എക്സംഷൻസ് റിഡക്ഷൻ എന്നൊക്കെ നമ്മൾ വിളിച്ചത്. അപ്പോൾ അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടാക്സിൻ്റെ പരിധി കൊണ്ടുവരാതെ കുറയ്ക്കാൻ പറ്റുന്നതെല്ലാം കുറച്ച് കിട്ടുന്നതായിരിക്കും നമ്മുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഈ നെറ്റ് ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്, നമ്മുടെ ടാക്സ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ജേണി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്ത് നോക്കി, എന്താണ് അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ നോക്കി. കാര്യം നമ്മൾ അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് അടയ്ക്കുന്നത്. എന്തിൻ്റെ ടാക്സ്? പ്രീവിയസ് ഇയറിലെ ടാക്സ് അടയ്ക്കുന്നത്. ശരി, പ്രീവിയസ് ഇയറിൽ ഉണ്ടായ ഇൻകത്തിന് അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കും. ആരടയ്ക്കും? അസസ്സി അടയ്ക്കും. ഇപ്പോൾ നമ്മൾ ആരൊക്കെയാണ് അസസ്സി എന്ന് നോക്കി. ഇനി അസസ്സി എങ്ങനെ അടയ്ക്കുന്നത്? അവർ നെറ്റ് ഇൻകത്തിന് മേലെ അടയ്ക്കുന്നത്. എങ്ങനെ ഈ നെറ്റ് ഇൻകം വന്നു അതും നമ്മൾ നോക്കി. നെറ്റ് ഇൻകം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് സ്ലാബ് സിസ്റ്റമാണ്. പല രാജ്യങ്ങളും ഒരൊറ്റ ടാക്സ് റേറ്റൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തിന് പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ വരുമാനം കൂടുന്തോറും ടാക്സും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം ഒരു സ്ലാബ് ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്. ആ സ്ലാബും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. പരീക്ഷയ്ക്ക് പറ്റുമെങ്കിൽ അറിയാമെങ്കിൽ മാത്രം എഴുതാൻ നിൽക്കുക എന്ന് പറയേണ്ട കാര്യമാണ്. കാര്യം സ്ലാബ് നമ്മൾ ഓരോ വർഷവും ഓരോ ഇതാണെന്ന് പറഞ്ഞല്ലോ, ഓരോ ബുക്ക് വാങ്ങണമെന്ന് പറയുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതാണ്, സ്ലാബ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള സ്ലാബ് സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് ഒരു ഓവർവ്യൂ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ ഐ മൂവ് ടു ദ ഡെഫിനിഷൻ ഐ ടോൾഡ് ബിഫോർ. കാര്യം അവിടെ നിന്നാണല്ലോ നമ്മൾ ഇത്രയും കഥ പറഞ്ഞത്. അങ്ങോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, ഒന്ന് സമാധാനത്തിൽ കേൾക്കുക, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓരോ ഇൻഡിവിജ്വലും ഡയറക്റ്റായിട്ട് അടയ്ക്കുന്ന ഒരു ഡയറക്റ്റ് ടാക്സാണ്. അതിൽ ഇൻഡിവിജ്വൽ എന്ന് പറയാൻ പാടില്ല, പേഴ്സൺ എന്നെ വിളിക്കാവൂ എന്നാണ് ലോ പറയുന്നത്. ഈ പേഴ്സൺ പണം അടയ്ക്കാൻ, ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ അവരെ അസസ്സി എന്ന് വിളിക്കും. ഈ പേഴ്സൺ എന്നതിൻ്റെ അകത്ത് ആരൊക്കെ ഉൾപ്പെടുമെന്ന് നമ്മൾ നോക്കി ഇല്ലേ. ഈ പേഴ്സൺ എപ്പോഴാണ് അടയ്ക്കേണ്ടത്? അസസ്മെൻറ്റ് ഇയറിലാണ് അടയ്ക്കേണ്ടത്. അസസ്മെൻറ്റ് ഇയറിൽ അവർ പ്രീവിയസ് ഇയറിൽ നേടിയ എന്ത് ഇൻകം ഉണ്ടോ അതിന്മേലാണ് എന്തടയ്ക്കേണ്ടത്? ഈ പറഞ്ഞ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി അവസാനം പറയുകയാണ് എങ്ങനെ ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ അവർക്ക് ഒരു 10 ലക്ഷം രൂപ ടാക്സബിൾ ഇൻകമായിട്ട് കിട്ടിയാൽ, നെറ്റ് ഇൻകമായിട്ട് കിട്ടിയാൽ 10 ലക്ഷത്തിന് കൊണ്ട് ടാക്സ് അടയ്ക്കണമെന്നല്ല. അതിനൊരു സ്ലാബ് സിസ്റ്റം ഉണ്ട്. എന്താണ് ഈ സ്ലാബ് സിസ്റ്റം പറയുന്നതെന്നും കൂടെ പറഞ്ഞ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ലിയർ ടാക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ പേജിലാണ്. പണ്ടൊക്കെ കാണാൻ ഭയങ്കര വൃത്തികേടായിരുന്നു. പക്ഷേ അവർ ഡെവലപ്പ് ചെയ്ത് വളരെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട്, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് തരുന്നവരാണ് ഇവർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ. ഇവിടെ പറയുന്നതാണ് നമ്മുടെ സ്ലാബ് സിസ്റ്റം എന്ന് പറയുന്നത്. 2024-25 ഫിനാൻഷ്യൽ ഇയർ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ബഡ്ജറ്റിൽ ഡിക്ലെയർ ചെയ്ത, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്ത സ്ലാബ് സിസ്റ്റമാണ് നോക്കുക. 3 ലക്ഷം വരെ എന്ത് ചെയ്യണ്ട. അപ്പം നിങ്ങളുടെ ആ നെറ്റ് ഇൻകം ടാക്സ് കൊടുക്കണ്ട. പിന്നെ 3 ലക്ഷം തൊട്ട് 7 ലക്ഷം വരെയുള്ള എത്ര രൂപയുണ്ടോ അതിന് 5% ടാക്സ് കൊടുക്കണം. 7 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ എത്രയുണ്ടോ അതിന് 10%. 10 ലക്ഷം തൊട്ട് 12 ലക്ഷത്തിന് 15%, 12 തൊട്ട് 15-ന് 20%, ഇനി 15 ലക്ഷത്തിൽ കൂടുതൽ എത്ര രൂപയുണ്ടോ അതിൻ്റെ 30%. ഇങ്ങനെയാണ് ടാക്സ് നോക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ നെറ്റ് ഇൻകം ഒരു 12 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ നോക്കും, എന്താണ്, സ്ലാബിൽ ഇതാ ഇവിടെ 12 ലക്ഷം കിടക്കുന്നു, 15%, 12 ലക്ഷത്തിൻ്റെ 15% എടുത്താൽ എൻ്റെ ടാക്സ് വരുമാനം ഉണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിന് എന്ത് കൊടുക്കണ്ട? ടാക്സ്
ശരി, 3 ലക്ഷം തൊട്ട് 7 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വരുമാനമുണ്ടോ? അതായത് 3 ലക്ഷത്തിൻ്റെ മുകളിലും ആയിരിക്കണം, 7 ലക്ഷത്തിൻ്റെ താഴെ ആയിരിക്കണം. അതെ, അതായത് ഒരു 4 ലക്ഷം രൂപ അവിടെ വരണം. ഉണ്ടോ? 12 ലക്ഷത്തിൻ്റെ അകത്തുണ്ട്. 3 ലക്ഷം പോയി കഴിഞ്ഞാൽ പിന്നെയും എത്ര ഉണ്ട്? 9 ലക്ഷമില്ല, അതിൽ 4 ലക്ഷം ഇവിടെ ഉണ്ട്. ആ 4 ലക്ഷത്തിന് നിങ്ങൾ എന്ത് കൊടുക്കണം? ഈ പറഞ്ഞ പോലെ 5% ടാക്സ് കൊടുക്കണം. ശരി, അപ്പം 3 ലക്ഷം കഴിഞ്ഞു, 4 ലക്ഷം കഴിഞ്ഞു, ഇപ്പോൾ 7 ലക്ഷം കഴിഞ്ഞ് 12 ഇനി ബാക്കി എത്രയുണ്ട്? 5 ലക്ഷം. അതായത് 7 ലക്ഷത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടോ അതിൻ്റെ 10% നിങ്ങൾ ടാക്സ് കൊടുക്കണം. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സ്ലാബ് റേറ്റ് സിസ്റ്റം അനുസരിച്ച് ഇൻകം ടാക്സ് എത്രയാണ് കണ്ടെത്തുന്നത്. നമ്മുടെ നെറ്റ് ഇൻകം അഥവാ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഇൻകം ടാക്സിലേക്ക് എത്തുന്ന അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവാണ്, എനിക്ക് നന്നായിട്ടറിയാം. ഇത് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോക്കകത്ത് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും കാര്യങ്ങൾ നോക്കും. അതുകൊണ്ട് പേടിക്കേണ്ട. ഈ ഒരു ലിങ്ക് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ഇൻകം ടാക്സിൻ്റെ ലേറ്റസ്റ്റ് സ്ലാബ് നോക്കിയാൽ ഒരുപാട് ലിങ്ക് കിട്ടും. അല്ലെങ്കിൽ ക്ലിയർ ടാക്സ് നോക്കിയാൽ നല്ലത്. ക്ലിയർ ടാക്സ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള സാധനമാണ്. നോക്കുക പഴയതെന്താണ്, പുതിയതെന്താണ്, എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്, നോക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻകം ടാക്സിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഇനി അറിയണം, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, ഒരു എഡ്യൂക്കേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ അതെല്ലാം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാം നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ താങ്ക് യു.